ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് അന്ന് 16ാമത്തെ നോമ്പാണല്ലേ. പിന്നെ ഞാനിന്ന് പറയാൻ വന്ന ഇന്ന് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഒരു ചെറിയൊരു നോമ്പറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തിരക്കായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടാണ്, ഓളാണ് വീഡിയോ എല്ലാം എടുത്തത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. പിന്നെ ഞാൻ പറയുന്നത്, നമ്മളെ യൂട്യൂബർ ജുനൈദില്ലേ, മരിച്ച ഞാൻ വീഡിയോ എല്ലാം കാണാറുണ്ട് കേട്ടോ. അവനെ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ ഇപ്പോൾ ടിക്ടോക്കിലായാലെല്ലാം ജുനൈദിനോട് മാപ്പ് ചോദിച്ചിട്ടൊരു വീഡിയോകൾ കാണാൻ ഞാൻ ഇടായി കേട്ടോ. ഒരുപാട് ഇപ്പോൾ യൂട്യൂബിലാണ് ചില ആൾക്കാരെല്ലാം മാപ്പ് തരണടാ, അത് ടിക്ടോക്കിലാണ് മാപ്പ് തരണടാ. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലെല്ലാം നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് ചെയ്യാനും അതങ്ങനെ ശരിയായില്ല എന്ന് പറയാനും എല്ലാം നിങ്ങൾക്ക് അവകാശമുണ്ട് അല്ലേ. എല്ലാത്തിനും അവകാശമുണ്ട്. പക്ഷേ ഒരാൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അത് പിന്നെ എന്താ പറയുക, ശരിക്കും നമ്മളൊരു കാര്യങ്ങൾ അറിയാതെ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല. എന്തായാലും ഇപ്പം നിങ്ങളായാലും എന്നായാലും എല്ലാം കുറ്റപ്പെടുത്താൻ പാടില്ല. അതേപോലെ കമൻ്റ് ഇടുമ്പോൾ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ ഇടാതാകുക. ഇപ്പം നമ്മൾ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ ഇടാതിരിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഒരുപാട് എല്ലാവരും വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്. പിന്നെ എന്നെ പോലെ ഉള്ള പെൺകുട്ടിയൊക്കെ ഞാൻ സുഖമാണോ ചോദിക്കലുണ്ട്, കമൻ്റ് അടിക്കലുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അവർ പിന്നെ നമുക്ക് അഭിപ്രായം പറയുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരാളെ അത്രയും വേദനിപ്പിച്ചിട്ട് നമ്മളൊരു കമൻറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ നമുക്ക് ഇതേപോലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പൊരുത്തപ്പെട്ട് തരണേന്ന് പറയുന്നില്ല. ഇതേപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല പൊരുത്തം വാങ്ങേണ്ടത്. അവന് ജീവിച്ചിരിക്കുമ്പോൾ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളോട് നമ്മൾ മാപ്പ് ചോദിക്കണം, പൊരുത്തപ്പെടിയിക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് തരണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അർത്ഥമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരാളോട് തെറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പൊരുത്തപ്പെടുന്നതിന് അതിനൊരു നാണക്കേടോ ഒരു വിലക്കുറവോ ഒന്നും ഒരാളും കാണേണ്ട കാര്യമില്ല അല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലൊരു വിഷമമായിരിക്കും, അവനോട് നമ്മൾ അങ്ങനെ ചെയ്തില്ലല്ലോ, ഓളോട് നമ്മൾ ഇങ്ങനെ ചെയ്തില്ല, നമ്മൾ അവനോട് നമ്മൾ എന്താണ് ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല, അവന് മരിച്ചു പോയില്ല, പൊരുത്തപ്പെടും, അങ്ങനെ നമ്മൾ ചിന്തിച്ച് കേട്ടില്ല. നമുക്ക് തെറ്റാണെന്ന് ഒരാളോട് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പൊരുത്തപ്പെടിക്കുക. അപ്പോൾ നമുക്ക് എന്താക്കുക, ടെൻഷൻ ഇല്ലാതെ നിൽക്കുക അല്ലേ. ഇപ്പോൾ ഈ പൊരുത്തപ്പെടിക്കുന്നോലും മാപ്പ് തരണടാന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് ഇടുന്നോലും കുറ്റബോധം കൊണ്ടല്ലോ ഓല് പറയുന്നത്. എന്തെങ്കിലും അവനക്ക് വീട് കമൻ്റ് അല്ലെങ്കിൽ ഓനെന്താ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ഓൻ്റെ ദൈവത്തിനും പഠിച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ ശരിക്കും ഒരാൾ നമ്മൾ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്തതും തീർച്ചയായിട്ടും ഓൻ ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെന്താക്കുക, ഒരാളെ കുറ്റപ്പെടുത്തുക. അല്ലാതെ ഒരു 10 പറയുമ്പോൾ അപ്പോൾ ഒരു 10 ഓൻ ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മളും കൂടിയിട്ട് ഓൻ ശരിയല്ല, അല്ല ഓള് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. ശരിക്ക് ചെയ്തത് തെറ്റാണോ ഇതാണോ എന്ന് നമ്മൾ ഇതാക്കുക. പഠിച്ചവനോ അവനക്ക് അവൻ്റെ കവറെല്ലാം ഓൻ ചെയ്ത എന്തെങ്കിലും തെറ്റുണ്ടോ പഠിച്ചവൻ അതെല്ലാം പുറത്ത് ഓൻ്റെ കവറ് വിശാലാക്കി കൊടുക്കും. നമുക്ക് അത്രേ ദുആ ചെയ്യാനുള്ളൂ. ഞാനും എൻ്റെ വീട്ടിലെല്ലാം കാണാറുണ്ട്. മരിച്ചു പറയുമ്പോൾ എന്തൊരു വിഷമമുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരും അവസ്ഥയും. നമ്മൾ ഇന്ന് കണ്ടപോലെ നാളെ കാണില്ല. ഞാൻ ഇതൊരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ഒരാളോട് തെറ്റൊരു റോങ് ആയിട്ട് സംസാരിച്ച് എല്ലാം ഉണ്ടെങ്കിലും ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് പെണ്ണാണ് ആണാണെങ്കിലും എടി പോട്ടെ മോളെ, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ, പൊരുത്തപ്പെട്ടതെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. അതൊരാണായാലും പെണ്ണായാലും എല്ലാം ഞാൻ പറയാറുണ്ട്. നമുക്ക് പിന്നെ ഓലോട് പൊരുത്തപ്പെടിക്കാനുള്ള സമയം പഠിച്ചിറപ്പ് ചിലപ്പോൾ നമുക്ക് തന്നെന്ന് വെച്ചില്ല. ചിലപ്പോൾ നമ്മൾ മരിച്ചിട്ടുണ്ടാവും. ഇന്ന് കണ്ടോലെ നാളെ കാണുന്നില്ല അല്ലേ. എത്ര
ചെറിയ ചെറിയ ചെക്കന്മാരെ അറ്റാക്കായിട്ടും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ 2-3 ഞാൻ കണ്ടു. അപ്പോൾ അതെല്ലാം ഞാൻ പറയണത് പിന്നെ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീട്ടിൽ ചിലപ്പോൾ സെൻഡ് ചെയ്യാൻ പോലും പഠിച്ച സമയം തന്ന് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മളെല്ലാവരോടും നമുക്ക് തെറ്റാൻ തോന്നിയാലും നമ്മൾ പൊരുത്തപ്പെടിക്കുന്നതിന് അവിടെ നമ്മൾ നാണക്കേടോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും പൊരുത്തം വാങ്ങുക എല്ലാവരും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത പോലെ ആരുമില്ല. പല തെറ്റുകളും നമ്മൾ മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ പറ്റും അല്ലേ. പാവപ്പെട്ടവരെ തെറ്റുകൾ പെട്ടെന്ന് പുറത്ത് വരും, പൈസക്കാരാവല് അത് മൂടി വെക്കും, അത്രയേ വ്യത്യാസമുള്ളൂ. നമ്മളെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ തന്നെ വേഗം വരും, പുറത്തോട്ട് ചാടും. 10 ആൾ കുറ്റം പറയാനോ 50 ആൾ കുറ്റം പറയണോ. ഒരു പണക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരും ചൂണ്ടിക്കാട്ടാൻ ആരും ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ ഒരേ മരണം കേൾക്കുമ്പോഴും. പിന്നെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 2 ഒരു പറയാൻ വയ്യ, ഭയങ്കര വിഷമമാണ്. അതെല്ലാം കൊണ്ട് നമ്മൾ പറയുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം എല്ലാവരും നല്ല സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണ് പൊരുത്തം വാങ്ങുക. എനിക്കതേ എല്ലാവരോടും പറയാനുള്ളൂ. ഞാനെല്ലാം പിന്നെ ആരോട് എന്ത് പറഞ്ഞാൽ എനിക്ക് 10 നിമിഷമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. അത് പിന്നെ എനിക്ക് പിന്നെ പെട്ടെന്ന് പോകും. എനിക്ക് പിന്നെ പാവം തോന്നും, അത് ആരാണെങ്കിലും. ഇനി അവളോട് ഞാൻ അപ്പം തന്നെ വിളിക്കലോ അല്ല മെസ്സേജ് വിടും, പോട്ടെ സാരില്ല, സോറിയടാ അല്ല സോറിയടി എന്ന് ഞാൻ പറയാം. ഇപ്പം എൻ്റെ ഫ്രണ്ടാണെങ്കിലും എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ ഞാൻ അപ്പം തന്നെ മാപ്പ് ഞാൻ ചോദിക്കാറുണ്ട്. എന്താന്ന് എനിക്ക് പേടിയാണ്. നമുക്ക് ചോദിക്കാനുള്ള സമയം പോലും ചിലപ്പോൾ നമുക്ക് പഠിച്ചോൻ തന്നെന്ന് വരില്ല. ഇപ്പം എന്തൊക്കെ വിശേഷം? തലവേദനയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദന. നോമ്പ് വന്നതിന് ശേഷം 1.5 നടക്കും. ഇപ്പം ഇതുവരെ കുഴപ്പമില്ല. ഒരു 3 മണിക്ക് തുടങ്ങിയത്. പെനഡോൾ അടിക്കാനും പറ്റില്ലല്ലോ നോമ്പ് തുറക്കാതെ. ഇവിടെ നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര വേദന. ഇങ്ങനെ തലവേദനയുണ്ട്. പിന്നെ ഇങ്ങനെ തലവേദന വന്ന രാവിലെ നമുക്ക് ഈ കണ്ണിനൊരു തടിപ്പും വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇനി ഈ കണ്ണിന് മാത്രം ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇതിനൊരു തടിപ്പും വരുന്നുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് തലവേദന. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് എല്ലാവരോടും പറയാൻ. അപ്പം എല്ലാവരും നല്ലപോലെ ഇരിക്കട്ടെ. നോമ്പ് നമ്മളത് അതൊക്കെ ഇപ്പോൾ ഇതാന്ന് പറയുമ്പോൾ നോമ്പും പെരുന്നാളും എല്ലാം കഴിയും അല്ലേ. അപ്പം എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.